അതുപോലെ തൃശൂരിന്റെ ആവേശമായ പുലിക്കളിയെക്കുറിച്ചുള്ള വി.കെ. ശ്രീരാമന്റെ പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് വൈകൃതം തന്നെയെന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ നടൻ ഉറച്ചു നിന്നതോടെ പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ബോഡി ഷേമിംഗ് നടത്തിയെന്നും കലയെ അപമാനിച്ച നടൻ മാപ്പ് പറയണമെന്നുമാണ് വിവിധ പുലിക്കളി സംഘങ്ങളുടെ ആവശ്യം. വി.കെ. ശ്രീരാമന്റെ പരാമർശം ശരിയായോ? ഒരു ആഭാസ കലയാണോ പുലിക്കളി? വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എങ്ങനെയെന്ന് ചോദിച്ചറിയാം. പുലിക്കളി നല്ല കളിയാണ്, നല്ല അടിപൊളി വയറുള്ള ആൾക്കാരും വേഷമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കണ്ടിട്ട് ടി വി കണ്ടിട്ടുണ്ട്. നല്ല കളിയാണ്. ഓണത്തിൻ്റെ മെയിൻ ആഘോഷമാണ് പുലിക്കളി. പിന്നെ പല കളികളുണ്ടല്ലോ, കോലുകളി, മാധുരി കളികൾ, അങ്ങനെ നല്ല അഭിപ്രായമാണ്. പുലിക്കളി നല്ല കളിയാണ്, അത് നല്ല ഗംഭീര കളിയാണ്. അത് കളിക്കുന്നവരും ഉണ്ട്, അത് ഇത്തിരി വയറുള്ളവർ കളിച്ചാൽ സൂപ്പറായി ഉണ്ടാവും, നന്നായി ഉണ്ടാവും. അങ്ങനെ തന്നെ ഓണത്തിന് മെയിൻ കളിയാണത്. നല്ല രസമുണ്ടാവും കാണാൻ. എല്ലാവരുടെയും പുലിക്കളി വന്നാൽ സൂപ്പറായി. പുലിക്കളി പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു ചടങ്ങാണല്ലോ, അത് അങ്ങനെ തന്നെ നല്ലത്. മോശം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ കലയല്ലേ, പണ്ട് വരെയുള്ള കലയല്ലേ, അത് നല്ല പരിപാടിയാണ്. പാരമ്പര്യമായുള്ള കളിയല്ലോ, അപ്പോൾ വലുതായി പറയാനൊന്നുമില്ല. ഇപ്പോൾ സ്ത്രീകൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതൊരു മോശം കളിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നല്ലതല്ല, കലയല്ലേ അത്, തൃശ്ശൂരുകാരൻ്റെ കലയല്ലേ അത്. നല്ല അഭിപ്രായമുള്ളൂ അതിനെക്കുറിച്ചിട്ട്. തീർച്ചയായും അതിലൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഞാനും അത് കേട്ടായിരുന്നു, അതിൻ്റെത് ഒരിക്കലുമില്ല. അതൊക്കെ നമ്മുടെ സാംസ്കാരികമായിട്ട് നടക്കുന്നൊരു തന്നെയല്ലേ, നല്ല പരിപാടിയാണ്. അതിലൊന്നും ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. തലമുറ മുതലേ അതങ്ങനെ ഒരു നല്ലൊരു കലയാണ്, വേണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഓണക്കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് തൃശ്ശൂരിൽ നടക്കുന്ന പുലിക്കളി. കേരളത്തിലെ എല്ലാവരും തൃശ്ശൂരിലെ പുലിക്കളി കാണാനായി എത്താറുണ്ട്. അത്തരത്തിൽ ഒരു ജനകീയ കലയെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് പൊതുജനങ്ങളും വ്യക്തമാക്കുന്നത്. സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.